അങ്ങനെ സേഫായി നമ്മൾ ബസ്സിലെത്തിയിട്ടുണ്ട്. ദുബായിൽ ബസ് സ്റ്റേഷൻ. ഇനിയിപ്പം ഇവിടുന്ന് നേരെ ഒമാനിലേക്ക് 5 hours എടുക്കും നമുക്ക്. ഗൈസ്, നമ്മുടെ ബസ് ദുബായിൽ ബസ് സ്റ്റേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ഷാർജയിൽ നിന്ന് ഒമാനിലേക്കുള്ള ജേണിയാണ്. അതിൻ്റെ ഇടയിൽ ഷാർജയിലെയും മറ്റ് സ്ഥലങ്ങളിലെയും അതിമനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഇനിയിപ്പോൾ കാണുന്നത് ഷാർജയിലെ മനോഹരമായ കാഴ്ചകളാണ്. ഗൈസ്, നമ്മുടെ വണ്ടി ആക്സിഡൻ്റ് ആയിട്ടുണ്ട്. റൗണ്ട് വേർഡിൻ്റെ തൊട്ട് മുമ്പ് ഷാർജ റോഡിൽ. ഇനിയിപ്പോൾ എന്താ അവസ്ഥ എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ജേണി ഇവിടെ ലേറ്റ് ആകുമെന്നൊരു സംശയം. ഗൈസ്, ഷാർജ ഏരിയയിലെ സ്ട്രീറ്റ് ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ മനോഹരമാണ്. നമ്മൾ ഓരോ എമിറേറ്റ്സിലും ഡിഫറെൻറ്റ് ടൈപ്സ് ആയിരിക്കും ലൈറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ടാവുക. നമ്മുടെ ഷാർജയിലാണെങ്കിൽ രാജകീയ പ്രൗഢി നിലനിർത്തിയിട്ടുള്ള ഇതേപോലുള്ള സ്ട്രീറ്റ് ലൈറ്റുകളാണ് കാണാൻ സാധിക്കുക. ദുബായിൽ പോകുമ്പോൾ ഇവിടുത്തെ മോഡൽ ഡിഫറെൻ്റ് ആയിരിക്കും. ഇവിടുത്തെ പാലങ്ങളും ഇവിടുത്തെ ഗാർഡനുകൾ, സിഗ്നലുകൾ തുടങ്ങി എല്ലാം അതിൻ്റേതായ വ്യത്യാസങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇവിടുത്തെ റൗണ്ട് അബൌട്ടാണ് ഇത്. എത്ര വലു നമ്മളെ യാത്ര ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അൽ മൂഞ്ചൽ ഹേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒമാൻ ട്രിപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കലായിരുന്നു. ആ സമയത്താണ് വേറൊരു കാറുകാരനെ നമ്മളെ വണ്ടി ചെറുതായിട്ടൊന്ന് മുട്ടിയത്. അങ്ങനെ മുട്ടിയതിന് ശേഷം നമ്മളെ വണ്ടി ഇതാ പെരുവഴിയിലായിട്ട് ഇരിക്കുന്നുണ്ട്. ഇത് മൊത്തം നമ്മുടെ ടീംസാണ്, നമ്മുടെ കൂടിയുള്ള ആൾക്കാരാണ്. അവരെല്ലാം പെരുവഴിയിലായി. പിന്നെ അവിടുന്ന് ഇത് ദുബായിലാണെന്നുണ്ടെങ്കിൽ ഇത്ര സീനൊന്നുമില്ല. ആ ഒരു 5 minute പോലും വേണ്ട. നമ്മൾ വണ്ടി തട്ടി അതിൻ്റെ ഫോട്ടോ എടുക്കുന്നു, സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു. മൊബൈൽ ആപ്പുണ്ട്, ആപ്പിലേക്ക് അപ്ലോഡ് ചെയ്താൽ നമുക്ക് അന്നേരം പോവാം. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കും. അന്നേരം ജസ്റ്റ് അവരൊന്ന് വെരിഫൈ ചെയ്യും. അതിൻ്റെ വ്യത്യാസം നമുക്ക് ഫൈന് വരും. അങ്ങനെയാണ്. ഇതിപ്പോൾ ഷാർജയാണ്. ഷാർജ ആയതുകൊണ്ട് തന്നെ ഇച്ചിരി പാടാണ്. കാരണം വണ്ടി അവർ കേസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഗവൺമെൻറ് ഇവരെ ഓഫീസുണ്ട് ആർക്ക്, അന്നേരം ഇങ്ങോട്ടേക്ക് വരണം. അങ്ങനെയാണ്. അവസാനം നമ്മൾ പെട്ടു. നമ്മളെ വണ്ടി അവിടെയുണ്ട്. എന്തായാലും ഇങ്ങനൊരു അവസ്ഥ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ദുബായിലാണെന്നുണ്ടെങ്കിൽ 5 minute കൊണ്ട് ഇറങ്ങായിരുന്നു. പക്ഷേ ഇവിടെ ഷാർജ ആയതുകൊണ്ടാണ് നമ്മൾ പെട്ടത്. ഇതാണ് നമ്മുടെ വണ്ടി കേട്ടോ. ആൾക്കാരെല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് നോക്കാം ഇനി എത്ര ടൈം എടുക്കുമെന്ന്. ഇനിയിപ്പോൾ നമ്മൾ ഒമാനിലേക്ക് എത്തുമ്പോൾ രാത്രിയാവും. രാത്രി ഒരു നല്ല ലേറ്റ് ആവും. നമ്മൾ 9 മണിക്ക് അവിടെ എത്തേണ്ടതാണ്. ഇനിയിപ്പം 11-12 മണിയാവുമെന്ന് അറിയത്തില്ല. ഇവിടെ ഭയങ്കര ഡിലേ ആണ്. സാധാരണ ഇവിടെ ഇങ്ങനെ ഡിലേ വരുന്നതല്ല. ദുബായ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഇറങ്ങി പോയായിരുന്നു. ഇതിപ്പം ഷാർജയാണ്. ഷാർജ ആയതുകൊണ്ടാണ് നമുക്ക് ഇത്ര പാട്. കണ്ടോ ഇവിടുത്തെ റോഡെല്ലാം കണ്ടോ? ഇതാണ് ഷാർജയിലെ റോഡ്. ഇവിടെ നമ്മളെ ഒരു ദുബായിൻ്റെ പോലെയല്ല, ഇച്ചിരി നമുക്കൊരു ഡിഫറൻസ് ഉണ്ടാവും ഇവിടെ നമ്മുടെ ഷാർജ. അത് എല്ലാത്തിലും നമുക്കത് കണ്ടാൽ മനസ്സിലാവും ഇത് ഷാർജയാണോ ദുബായാണോ കാണും. പക്ഷെ നിങ്ങൾക്കെല്ലാം ഇത് അത്ര ഡിഫറൻസ് തോന്നത്തില്ല. പക്ഷെ നമ്മൾ ഇവിടെ താമസിക്കുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഓരോ ചെറിയ ബോർഡും അതും ഇതും എല്ലാം കാണുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും ഷാർജയാണോ ദുബായാണോ എന്ന്. നമ്മുടെ റോഡ് സൈഡിലെന്ന് വെച്ചാൽ ഭയങ്കര നീറ്റായിരിക്കും, നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. നല്ല ഗാർഡൻ എല്ലാം നല്ല സെറ്റാണ്. റൈറ്റ് സൈഡിലായിട്ട് കാണുന്നതെല്ലാം ഗവൺമെൻറ്റിൻ്റെ ഓഫീസാണ് കേട്ടോ. ഇവിടെ നമ്മൾ വളരെ ലേറ്റായി ഗൈസ്. നമ്മൾ പകൽ ഈവനിങ് ടൈം അവിടെ നിന്ന് ഇപ്പോൾ ഇത് രാത്രിയായി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക്. പക്ഷേ ഇവിടുന്ന് ഷാർജയിൽ നമ്മൾ നൈറ്റ് വ്യൂ ലെവലാണ്. ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റ്, അതേപോലെ തന്നെ വണ്ടികൾ, ഇവിടുത്തെ പള്ളികൾ, അതിമനോഹരമായ കൺസ്ട്രക്ഷൻസ് ആണ് ഈ പള്ളികളുടെ എല്ലാം. മനോഹരമാണ്. നോക്കിയാൽ ആ ലൈറ്റ്, അതേപോലെ തന്നെ അതിൻ്റെ ആ കൂട്ടം, ഹൈറ്റ് എല്ലാം വേറെ ലെവലാണ്. ഗൈസ്, നമ്മൾ ഷാർജ ബോർഡറിലാണ് ഇപ്പം നിൽക്കുന്നത് കേട്ടോ. നമ്മൾ 9 മണിക്ക് എത്തേണ്ടതാണ്. ഇവിടെ ഇപ്പം 10 മണിയായി. 9 മണിക്ക് നമ്മൾ ഒമാനിൽ എത്തേണ്ട.
ഗായ്സ് ഞാനിപ്പോൾ ഉള്ളത് ഷാർജ ബോർഡറിലാണ്. ഈ കാണുന്നതാണ് ഷാർജ ബോർഡർ കേട്ടോ. ഇത് ഷാർജയിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ ഈ ബോർഡറിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ 9 മണിക്ക് നമ്മൾ ഒമാനിലെത്തേണ്ടതാണ്. പക്ഷേ ഇവിടെ 10 മണിയായിട്ടും ഇവിടെ ഷാർജ ബോർഡറിൽ നിൽക്കില്ല. ഞാൻ പറഞ്ഞില്ല ചെറിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടെന്ന്, അതിൻ്റെ ഭാഗമായിട്ട് ലേറ്റ് ആയതാണ്. ഈ കാണുന്ന ഇതാണ് ബോർഡർ. അന്നേരം അവിടെ ചെറിയ തൊട്ടപ്പുറം നമുക്ക് ഇതിൻ്റെ ഇമിഗ്രേഷൻ്റെ ടീമുണ്ട്. അന്നേരം അവരാണ് നമുക്ക് സീൽ ചെയ്ത് തരുന്നത്. അതായത് അവിടെ ലാസ്റ്റ് കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ടോ, അവിടെയാണ് ഇവർ സീൽ വെക്കുന്നത് നമ്മളെ പാസ്പോർട്ടിൽ. അവിടെ നമ്മൾ സീൽ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, പിന്നെ നമുക്ക് പോകാം. അന്നേരം നമ്മൾ ബസ്സിൽ കുറേ ആൾക്കാരില്ലോണ്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം, എല്ലാവരും സീൽ വെച്ച് കഴിയുന്നവരെ. ഈ കഴിഞ്ഞ നമ്മൾ പ്രൈവറ്റ് വെഹിക്കിളിന് പോകാനുള്ള സ്ഥലമാണിത്. ഇവിടുന്ന് നമുക്ക് ജസ്റ്റ് അവരെ കാണിച്ചു കഴിഞ്ഞാൽ അന്നേരം തന്നെ പോകാം. പക്ഷെ അവിടെ ട്രക്ക്, അതുപോലെ തന്നെ ലോറി, അതുപോലെ തന്നെ ബസ്, ഇതിൻ്റെ എല്ലാം സീൽ അവിടെയാണ് വെച്ച് തരിക. അന്നേരം അവിടെ നിന്നാണ് ഇപ്പം നമ്മൾ വെച്ചിട്ട് വന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ബസ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതിൽ കണ്ടിട്ട് അവരെന്നെ പൊക്കുമെന്ന് അറിയത്തില്ല. ചില സമയം അവരെന്നെ പൊക്കും മിക്കവാറും. കാരണം ഇതുപോലെ വീഡിയോ എടുക്കുന്നുണ്ട് ബോർഡറില്ലേ. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുമോ എന്ന് നമുക്കറിയത്തില്ല. ഏതായാലും നമുക്ക് കാണാം. ഞാൻ അവിടെ എത്തുമ്പോൾ അവിടുത്തെ വീഡിയോ ചെയ്യാം. ഇവിടെ ഇത്രേ ഉള്ളൂ, ഇവിടെ സിമ്പിളാണ്, വേറെ ഒന്നുമില്ല. ആ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പാസ്പോർട്ട് കാണിച്ച് കഴിഞ്ഞാൽ അവർ സീൽ വെക്കും. അതേപോലെ തന്നെ നമ്മളൊരു 30 ദിർഹം അവിടെ പേയ്മെൻറ്റ് ചെയ്യണം. അന്നേരം നമ്മുടെ അടുത്ത് കാർഡ് ഉണ്ടെങ്കിൽ 30, ഇല്ലെങ്കിൽ ഈ ബസ്സുകാർ പേയ്മെൻറ്റ് ചെയ്യും. പക്ഷെ അവർക്ക് നമ്മൾ 50 ദിർഹം കൊടുക്കണം. അതാണ് ചെറിയൊരു പ്രശ്നം, വേറെ ഇഷ്യൂ ഒന്നുമില്ല. ഇനി ആൾക്കാരെല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇവിടുന്ന് ഒമാൻ ബോർഡറിലേക്ക് പോകാം. ഗായ്സ് ഇതാണ് ഒമാൻ ബോർഡർ. ഈ ഒമാൻ ബോർഡറിൽ നിന്ന് നമ്മൾ സീൽ വാങ്ങിയിട്ടുണ്ട്. സീൽ വാങ്ങിയത് ഇവിടെ വെച്ചിട്ടാണ്. ഇതാണ് ഇവരുടെ ഓഫീസ്. ഇവിടുന്ന് സീൽ വാങ്ങിയിട്ട് നമ്മളിതാ ഒമാനിലേക്ക് പോയിക്കൊണ്ടിരിക്കലാണ്. ഒമാൻ ബോർഡറാണിത്. ഇവിടുന്ന് നമ്മൾ പാസ് ചെയ്യലാണ് കേട്ടോ. നമ്മളങ്ങനെ ഒമാൻ ബോർഡർ എത്തിയിട്ടുണ്ട്. ഒമാൻ ബോർഡറിൽ നിന്ന് ഇനിയിപ്പോൾ നമ്മൾ മെയിൻ നമ്മുടെ ലൊക്കേഷനിലേക്കാണ് പോകുന്നത്. ഇവിടെ നമുക്ക് കിട്ടേണ്ട സീല് കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ബോർഡർ. പിന്നെ ഇതാണ് ഇമിഗ്രേഷൻ ഓഫീസ്. ഗോയ്സ് ഇത് കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റ്